അംഗീകരിക്കുന്ന മറിയത്തിന്റെ ആത്മാംശം ഗൃഹാശംബരന്റെ അനുഗ്രഹത്താൽ എന്റെ പുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് തന്നിരണമേ. ആമേൻ. എത്രയും മാതാവേ, എന്റെ സങ്കേതത്തിലൂടെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഓരോനെങ്കിലും നീ അപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല. നിന്നെ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കനികെ ദയുള്ള മാതാവേ, ഈശോ ശരണപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവരച്ചവനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടില്ലണമേ. ആമേൻ. മിസ്യ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു നിറയുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവവചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകളെങ്കിൽ വയലു നിറയുന്നു, സ്വർണ്ണക്കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റു കതിരു പാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ടു വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ദൈവരാജ്യം കടുകു മണി പോലെ നിധി ഒളിപ്പിച്ച വയലു പോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ. സമയമില്ല നീയും അലസനാവല്ലേ, കള്ളനെ പോൾ കൊള്ള നേട നാഥൻ വന്നിടുമേ, നിന്റെ കണക്കു തീർത്തിടുമേ. സുവിശേഷ വേല ചെയ്യ വാ, നല്ല യജമാന്റെ സേവ ചെയ്യ വാ. സ്ഥാനമാന കൂടുവിട്ടു വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 10, വാക്യങ്ങൾ 14 മുതൽ 18 വരെ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും?
പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു, അവരുടെ വചനങ്ങൾ ലോകത്തിന്റെ സീമകൾ വരെയും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, മിശിഹ കൂട്ടായ്മയെയും അതിലെ എല്ലാ അംഗങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മിശിഹ കുടുംബത്തിന്റെ രക്ഷാധികാരിയായ അഭിമന്യ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്റർ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മിശിഹ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ആലിസ് ചേച്ചിയെയും ടോമിൻ ചേട്ടനെയും മറ്റെല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരഞ്ഞെടുത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും. നെറ്റ് പോയതാണെങ്കിൽ അടുത്തയാളെ വിളിച്ചോളൂ. അടുത്ത കാര്യം ചെയ്തോ. സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ നമ്മൾ നിത്യസത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ദൈവസ്നേഹം എന്താണെന്നും ദൈവം നമ്മെ യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്നുവെന്നും നാം മനസ്സിലാക്കി. എന്നാൽ ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ പാപാവസ്ഥയാണെന്ന് നാം തിരിച്ചറിഞ്ഞു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപപരിഹാരം ചെയ്തു കഴിഞ്ഞതാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുമെന്നും നാം മനസ്സിലാക്കി. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവസ്നേഹം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൂട്ടായ്മയുടെ പറ്റിയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ആ ദൈവസ്നേഹത്തിൽ സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനുമായിട്ട് ഒരു കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് അവസാനത്തെ നിത്യസത്യമായ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ന് ഈ സുവിശേഷ പ്രഘോഷണത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് സുവിശേഷ പ്രഘോഷണത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സെഷന് ഒരുക്കമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ ജപമാലയിലൂടെ നമ്മളെ നയിച്ച സെലിൻ ചേച്ചിയെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രാരംഭ ഗാനം ആലപിച്ച രജിത്തേടൻ എത്ര മനോഹരമായിട്ട് ഇന്നത്തെ ആ ഒരു സെഷന് ചേരുന്ന ഉതകുന്ന ഒരു പ്രാരംഭ ഗാനം രജിത്തേട്ടൻ പാടുകയുണ്ടായി. രജിത്തേട്ട ഒത്തിരി നന്ദി. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് വചനവായനയും പ്രാരംഭ പ്രാർത്ഥനയും നടത്തിയ ജോസേട്ടനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മിസ്സിയോ കൂട്ടായ്മയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപത അധ്യക്ഷനുമായ അഭിവന്ധ്യ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ സെഷനിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷന്
സമാപന സന്ദേശവും ആശീർവാദവും തരുവാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് സ്നേഹബഹുമാനപ്പെട്ട ജോമോൻ അത്താഴപ്പാട അച്ഛനാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസ്സിയ കൂട്ടായ്മയുടെ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ആലീസ് കുട്ടി ചേച്ചിയെയും ടോമിച്ചൻ ചേട്ടനെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെൻറ്റേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് വിവിധ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രൊക്ലമേഷൻ ചെയ്യുന്ന ഡോക്ടർ ടെൻസിയെയും നമുക്ക് വേണ്ടി ജീവിത അനുഭവം നമുക്ക് വേണ്ടി വിവരിച്ചു തരാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്ന മേരി ചേച്ചിയെയും അതുപോലെ തന്നെ സ്ലൈഡ് പ്രസന്റേഷൻ ഒരുങ്ങി വന്നിരിക്കുന്ന ലിസമ്മ ചേച്ചിയെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ ഒന്നിച്ച് സുവിശേഷ പ്രഘോഷണം എന്ന സെഷന് പങ്കെടുക്കുവാനായിട്ട് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് പ്രൊക്ലമേഷനായിട്ട് ഡോക്ടർ ടെൻസിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ടെൻസി. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. ഈശോ തന്റെ അപ്പസ്തോലന്മാർക്ക് അവസാനമായി കൊടുക്കുന്ന ആഹ്വാനമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. 3 സുവിശേഷങ്ങളിലും ഈശോ തന്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി അയക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാനാണ്. മാമോദിസ സ്വീകരിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും നന്മകളും മുടിചൂടി നിൽക്കുന്ന സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അമൂല്യനിധിയായ സുവിശേഷം മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം എന്നുള്ളത്. ഈശോയുടെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണ, ഉത്ഥാനം, സ്വർഗാരോഹണ, രക്ഷണീയ കർമ്മത്തിൽ പങ്കാളികളായ നാം ഓരോരുത്തരും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അമൂല്യനിധിയെ മറ്റു മനുഷ്യരിലേക്ക് പങ്കുവെച്ച് അവരെയും ത്രിയേക ദൈവത്തിന്റെ ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നാം എത്രമാത്രം ഈശോയെ പങ്കുവെച്ചു കൊടുത്തു? യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും സ്പർശിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പസ്തോലന്മാർ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം അവരുടെ ഉള്ളിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ടാണ് ഈശോയെ പ്രഘോഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. നാം ഇന്ന് ക്രിസ്ത്യാനികളായി ഈശോയുടെ സ്നേഹം അനുഭവിച്ച് പരിശുദ്ധ കുർബാനയും കൂദാശകളും ഒക്കെ സ്വീകരിച്ച് ആ സ്നേഹ സായുജ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അന്ന് അപ്പസ്തോലന്മാർ ധീരമായി എടുത്ത ആ കാൽവയ്പിന്റെ പരിണിത ഫലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തോമാസ് ലീഹായൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സുവിശേഷം ഏഷ്യയുടെ ഇങ്ങേ അറ്റത്തുള്ള ഈ കേരളക്കരയിൽ നമ്മൾ എത്തിച്ച് നാം ഇന്ന് അവിടുത്തെ മക്കളായി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമായിരുന്നെങ്കിൽ, ചെറുപ്പത്തിൽ മിഷൻ ലീഗും KCSL ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ സ്നേഹവും സാമീപ്യവും ഒക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചു. എങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് വലിയ ബോധമൊന്നുമില്ലാതെയാണ് ജീവിച്ചിരുന്നത്. കോളേജ് ലൈഫിൽ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയ പിന്നെയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ള ഒരു വേർഡ് തന്നെ ഞാൻ കേൾക്കുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് മിഷണറിമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിന്റെ ഒക്കെയുള്ള കടമയാണെന്ന് ആയിരുന്നു സുവിശേഷ പ്രഘോഷണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയെ പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ്. ജീസസ് യൂത്തിലുള്ള കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് എങ്ങനെ പങ്കുവെച്ചു കൊടുക്കണമെന്ന് ഒരു ചെറിയ ബോധ്യമൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് വിവാഹ ജീവിതത്തിലേക്കും കുട്ടികളും ജോലിയും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ ഉത്തരവാദിത്തം, ഈ കടമ ഞാൻ പാടെ മറന്നുപോയിരുന്നു. പിന്നീട് 2024 ഓഗസ്റ്റിൽ മിസ്സിയോടെ ഒരു ഫിസിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് സുവിശേഷ പ്രഘോഷണം
എന്റെ ജീവിതത്തിലെ ഏറ്റവും പരമവും പ്രധാനവുമായ കടമയാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചത്. ബഹുമാനപ്പെട്ട ആലിസ് കുട്ടി ആന്റിയുടെയും തോമച്ചൻ ചേട്ടന്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ആ കോഴ്സിലൂടെ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആ ദർശനം എനിക്ക് വെളിവാക്കപ്പെട്ടു. അന്ന് എങ്ങനെ സുവിശേഷം നമുക്ക് സ്വായത്തമാക്കണമെന്നും ഈശോയെ മറ്റുള്ളവർക്ക് എങ്ങനെ പങ്കുവെച്ചു കൊടുക്കണമെന്നുമുള്ള ആ ഉത്തമമായ ബോധ്യം ലഭിക്കുകയും ധൈര്യത്തോടെ ഈശോയെ പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് ആ കോഴ്സിൽ കൂടിയ ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജരാക്കുകയും ചെയ്തു. പിന്നീടുള്ള എന്റെ ജീവിതത്തിൽ ഈശോയെ കൂടുതൽ പകർന്നു കൊടുക്കുവാൻ ഞാൻ ഉദ്യമിക്കാറുണ്ട്. ഞങ്ങളുടെ ആ മിസിയോ കോഴ്സ് കൂടിയവരുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായിട്ട് 2024 നവംബറിൽ ഒരു മിഷൻ സ്റ്റേഷൻ സന്ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി. ആ സമയത്താണ് ഭാരതത്തിൽ എത്രമാത്രം ആൾക്കാരാണ് ഈശോയെ അറിയാത്തവരായിട്ട് ഉള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ശംഷാബാദ് രൂപതയിലുള്ള ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ മാന്ത്രെ അച്ഛൻ നയിക്കുന്ന റായ്ദുർഗ് മിഷൻ സ്റ്റേഷനാണ് ഞങ്ങൾ സന്ദർശിച്ചത്. ഈശോയുടെ വചനം ശ്രവിക്കാൻ എത്രയോ ആൾക്കാരാണ് ദാഹാർത്തരായി ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നതെന്ന് ആ മിഷൻ യാത്ര ഞങ്ങളെ ബോധ്യപ്പെടുത്തി. പ്രാർത്ഥനയും പരിത്യാഗവും സാമ്പത്തികവും മാത്രവും പോരാ, അവിടെ പ്രവർത്തിക്കാൻ ആൾക്കാരെയാണ് കൂടുതലായി വേണ്ടത്. ഈശോയാണ് ഏറ്റവും വലിയ പ്രേക്ഷിതനും ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷനും. ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ ഈശോയുടെ പിൻഗാമികളായിട്ട് കൂടുതൽ സുവിശേഷ പ്രഘോഷകരെ, മിഷണറിമാരെ വാർത്തെടുക്കുവാനും അതിനുവേണ്ടി ഉദ്യമിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും മിഷനിൽ പോയി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം സൗഭാഗ്യത്തിലാണ് നാം ഇവിടെ കഴിയുന്നതെന്നും ഈശോയെ അറിയാത്തവർ ഇരുട്ടിലും അന്ധകാരത്തിലും കഴിയുന്ന ആ അവസ്ഥയിൽ അവർക്കൊരു തെളിച്ചു കൊടുക്കുവാൻ നമ്മയാൽ കഴിയാവുന്ന വിധം ഉദ്യമിക്കണമെന്നുമുള്ളത്. ഈ മിസിയോ കോഴ്സ് കൂടിയ ഞങ്ങൾ കുറച്ചുപേർ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാർച്ച് മാസം 8-ാം തീയതി തൊടുപുഴ ഫൊറോന പള്ളിയിൽ വെച്ച് ഒരു ഏകദിന വചന സെമിനാർ സംഘടിപ്പിക്കുവാൻ ഇടയായി. വളരെയധികം ദൈവാനുഭവം ഉണ്ടായ ഒരു ഏകദിന വചന ശുശ്രൂഷയായിരുന്നു. നമ്മൾ എന്നും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തി നോക്കുവാനും ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ ആ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നുവെന്നുള്ള ബോധ്യം ഈ വചന പഠന ക്ലാസ്സുകളിലൂടെയും മിസിയോയുടെ കോഴ്സുകളിലൂടെയും എനിക്ക് ലഭ്യമായി. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതായിരുന്നാലും നാം ഈശോയെ പ്രഘോഷിക്കാൻ ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഓരോരുത്തരുടെ വഴികൾ വേറെ ആണെങ്കിലും ഈശോയെ പങ്കുവെക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നാം ഓരോ ദിവസവും ജീവിക്കണം. നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾ അവർ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരാണെങ്കിലും ഈശോയുടെ സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരണമെന്നും ലോകം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നാം ഓരോരുത്തരും ഉള്ളവരാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. 250 കോടി ക്രിസ്ത്യാനികളുള്ള ഈ ലോകത്ത് ഒരാൾ 3 പേരോട് സുവിശേഷം പ്രസംഗിക്കുവാണെങ്കിൽ 750 കോടി ജനങ്ങളെയും സുവിശേഷം അറിയിച്ച് ആ ത്രിയേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് മാനവരാശിയെ മുഴുവൻ സമർപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. ഈശോയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്നത് മാത്രം പോരാ, മറ്റുള്ളവരിലേക്കും ആ സ്നേഹം ഓരോ ദിവസവും പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. മിസിയോയുടെ കോഴ്സിൽ കൂടുന്ന നമ്മൾ കൂടുതൽ ആൾക്കാരെ ഇങ്ങനെയുള്ള സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മളെ സജ്ജരാക്കുന്ന ഇതിലേക്ക് പ്രാരംഭ കോഴ്സിലേക്ക് കൊണ്ടുവരികയും ഫിസിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കൂടുതൽ ആഴപ്പെടുകയും പിന്നീട് ജീവിതത്തിലെ ഓരോ ദിവസവും കൂടുതൽ ആൾക്കാരെ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നമുക്ക് സജ്ജരാകുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ മിഷന് സജ്ജമാക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് സുവിശേഷ പ്രഘോഷണമെന്ന് തൻ്റെ ജീവിത അനുഭവത്തിലൂടെയും ദൈവവചനവും മുൻനിർത്തി ഡോക്ടർ ടെൻസി വളരെ മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയായിരുന്നു. താങ്ക് യു ഡോക്ടർ ടെൻസി. ഡോക്ടർ ടെൻസിയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അടുത്തതായി സ്വന്തം ജീവിത അനുഭവം, സ്വന്തം ജീവിതത്തിൽ എങ്ങനെ സുവിശേഷ പ്രഘോഷണം താൻ ചെയ്യുന്നു എന്ന് നമ്മളോട് പങ്കുവെക്കുന്നതിനായി മേരി ചേച്ചിയെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെ, എൻ്റെ പേര് രൂപവതി എന്നായിരുന്നു. ഇന്ന് മേരി എന്ന് മാറി. അത് എൻ്റെ ഈശോ എനിക്ക് തന്ന നാമമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എല്ലാവരിലും സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെയും ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഞാനൊരു തമിഴ്നാട്ടുകാരിയായിരുന്നു. ഞാൻ കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് രൂപവതി. എനിക്ക് ഭർത്താവ് 2 പെൺമക്കള് ഉണ്ട്. ഞാൻ പത്തനംതിട്ട റാന്നിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തെ ഈശോ മാറ്റിയതിന്റെ വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഈശോയെ ഒട്ടുമേ അറിഞ്ഞിരുന്നില്ല. എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ ഹിന്ദു ഫാമിലിയിൽ ജനിച്ച ആളാണ്. എൻ്റെ അച്ഛൻ ഒരു രോഗാവസ്ഥയിലായപ്പോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ ബൈബിൾ വായിച്ചു കൊടുത്തിട്ടുണ്ട്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അതിരാവിലത്തെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജ്ഞാനം 26:17 പറയുന്നു. ഞാൻ അമ്മയുടെ ഒപ്പം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അന്ന് പ്രാർത്ഥിച്ചിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആപ്പിളിൽ പോയി മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. ഈശോയാണ് ദൈവമെന്നോ ഇതൊന്നും എനിക്ക് അറിയില്ല. ജസ്റ്റ് വെറുതെ പ്രാർത്ഥിച്ചു പോയി. പിന്നീട് ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. എൻ്റെ ഭർത്താവ് ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. പക്ഷെ ആ ഭവനത്തിൽ അവരാരും ഈശോയെ പൂർണ്ണമായിട്ട് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. ഹോസിയ 2:14 പറയുന്നു, അവളെ ഞാൻ വശീകരിച്ച് വിജനദേശത്തേക്ക് കൊണ്ടുവരും. വെച്ച് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും. അവൾക്ക് നഷ്ട മുന്തിരിത്തോട്ടം അവിടെ വെച്ച് തിരികെ കൊടുക്കും. ആഗോർ താഴ്വരെ പ്രത്യാശയുടെ കവാടം എന്ന് വിളിക്കപ്പെടും. മേലിൽ എൻ്റെ ബാല്യം വിളിക്കുകയിൽ എൻ്റെ പ്രിയത എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് ഇന്ന് തിരിച്ചറിയുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഒടുവിലാണ് ഉണർന്നത്. കാല പിറക്കുന്നവരുടെ ഇടയിൽ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിരുന്നു. എങ്കിലും കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിച്ച് ചക്ക് നിറച്ചു. പ്രഭാഷകൻ 33:16-17 വചനത്തിൽ പറയുന്നു. ഞാൻ ഈ നാട്ടിൽ വന്ന് പരദേശി എന്ന പോലെ ഒറ്റപ്പെട്ട് ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ചു. എന്നാൽ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്. കുഞ്ഞിലെ വായിച്ച വചനം, ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണെന്ന്. ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. സങ്കടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചു. സ്നേഹിച്ച് വിവാഹം കഴിച്ചതിന്റെ പേർക്ക് 13 വർഷം എൻ്റെ അമ്മ എന്നോട് മിണ്ടിയില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മണർകാട് പള്ളി 8 നോമ്പെടുത്ത് 8 ദിവസം പള്ളിക്ക് ചുറ്റും മുട്ടിൽ നടന്ന് മുട്ട് 2 പൊട്ടുന്ന അളവിന് ഞാൻ ശരിക്കും സങ്കടത്തോടു കൂടെ പ്രാർത്ഥിച്ചു. ഒറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ അമ്മ എന്നോട് മിണ്ടണം. ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാ, എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. കറക്റ്റ് 8-ാം പക്കം എൻ്റെ അമ്മ വീട്ടിൽ വാങ്ങമനെ എന്ന് പറഞ്ഞു വിളിച്ചു. എനിക്ക് കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്ന യൂറിനൽ ഇൻഫെക്ഷന്റെ രോഗം എന്നെ വിട്ടുമാറി. 50 പേരിൽ ഒരാളായിട്ട് തയ്യൽ പിടിച്ച് എനിക്ക് തയ്യൽ കട ഇടാൻ സാധിച്ചു. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നവരായി. ഒരു ലോൺ എടുത്തിട്ടായിരുന്നു ഭവനം പണിതിരുന്നത്. ആ ലോൺ എഴുതി തള്ളി ലോൺ ആധാരം തിരിച്ചു കിട്ടി. ഇങ്ങനെ ഏറെ നന്മകൾ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നപോലെ എൻ്റെ ജീവിതം മാറി. എന്നാൽ ഞാൻ ഈശോയെ അറിഞ്ഞില്ല. ഞാൻ മാതാവിനോട് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചേട്ടന് പാൻക്രിയാസിനെ നീർക്കെട്ടു. ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ ഏട്ടൻ എന്നോട് റെഡി ഇതേലും അമ്പലത്തിൽ ചെന്ന് നോക്ക്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് നോക്കി. അവിടുന്ന് എനിക്ക് കുറെ പൂജകൾക്ക് കുറിച്ച് തന്നു. എല്ലാ ആഴ്ചയിലും 500 രൂപയ്ക്ക് ആ പൂജ ചെയ്യണമായിരുന്നു. കൈ നിറയെ കറുത്ത ചരടും ചുവന്ന ചരടും ഒക്കെ കെട്ടുമായിരുന്നു. നെറ്റിയിൽ വലിയ കുറി തൊടുമായിരുന്നു. കഴുത്തിൽ ആ ഏലസ് കെട്ടി തൂക്കുമായിരുന്നു. ചെയ്യാത്തതൊന്നുമില്ല, എപ്പോഴും പ്രാർത്ഥനയുള്ളൂ. പക്ഷേ അവര് വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത് എന്നുള്ള തിരിച്ചറിവൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ ശരിക്കും അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. എനിക്കെതിരെ വരുന്ന ശത്രുവിനെ ഈ ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് ഇന്ന് എൻ്റെ പ്രത്യാശ. പക്ഷെ അന്ന് എനിക്ക് അത് അറിവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോയി പൂജിച്ച് വഴിപാട് നടത്തി അങ്ങനെ നടന്നു. അങ്ങനെ ഒന്നുമില്ലാതെ വെറും വട്ടപൂജ്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഞാൻ എൻ്റെ മക്കളെ കാനഡയ്ക്ക് വിട്ട് പഠിപ്പിക്കണമെന്നുള്ള ആ അളവിന് എന്നെ ദൈവം മാറ്റി. അതാണ് സാധു വിധവ സ്ത്രീ നീതിമാനല്ലാത്ത മനുഷ്യനെയോ ദൈവത്തെയോ മാനിക്കാത്ത രാജാവിനോട്
നീതി നടത്തി തരാൻ രാവും പകലും വിളിച്ചപേക്ഷിച്ചപ്പോൾ നീതിരഹിതനായ രാജാവ് നീതി നടത്തി കൊടുത്തുവെങ്കിൽ ശക്തനായ ദൈവം തന്റെ വിളിക്കപ്പെട്ട ജനത്തിനായി സർവ്വതും നന്മയ്ക്കായി ചെയ്തു തരികയില്ലേ? അതിന് കാലവിളംബം വരുത്തുമോ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടും ദൈവം വിശ്വസ്തനായിരുന്നു. അവിടുന്ന് എന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ എന്റെ മകളെ കാനഡയിൽ വിടാൻ ഒരുങ്ങി. ആദ്യത്തെ IELTS റിസൾട്ട് വരുന്ന ദിവസം ഞാൻ എന്റെ മകളും പള്ളിയിൽ നിൽക്കുകയാണ് മാതാവിന്റെ മുമ്പില്. പക്ഷെ ഒരു വാക്ക് പോലും മാതാവിനോട് എന്റെ മകൾക്ക് ഏറെ മാർക്ക് വേണമെന്നോ വിജയിക്കണമെന്നോ ഞാൻ ഒന്നുമേ പറഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും ഇവളെ പരീക്ഷ എഴുതിച്ചു. ഇവൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവക്ക് റിജക്ഷൻ വരികയാണ്. ഏറ്റവും ഒരു സങ്കടാവസ്ഥ. അതാണ് ഈ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അത് കാരണം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഞാൻ ഈ അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്നത് കാരണം ഞാൻ മാതാവിനോടുള്ള ഒറ്റ പ്രാർത്ഥന അങ്ങ് നിർത്തി. 1 രൂപ എങ്കിലും നേർച്ച ഇടുന്നായിരുന്നു, അത് നിർത്തി. മാതാവിന്റെ വചനോത്സവത്തിന്റെ ബുക്ക് എന്റെ കൈ കിട്ടുമ്പോൾ ഞാൻ പറയും, എനിക്ക് വേണ്ട, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൂടെ. അങ്ങനെ ഞാൻ ഏറെ ദൈവത്തിൽ നിന്ന് അകന്നു. വീട്ടിൽ എന്റെ അമ്മായിച്ച വെച്ചിരുന്ന ഈശോ തിരുഹൃദയത്തിന്റെ ഫോട്ടോ ഞാൻ അതെടുത്ത് കത്തിച്ചു കളയാ ചെയ്തത്. ഇങ്ങനെ മൊത്തത്തിൽ ഈശോയിൽ നിന്ന് അകന്ന് നടന്ന ഞാൻ ആദ്യമായിട്ട് എൻ്റെ മകളുടെ ഈ പഠനത്തിന്റെ തകർച്ചയിൽ ഞാൻ ഒരു തളർച്ച എനിക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ബുക്ക് കിട്ടുന്നു. ഞാൻ അത് വായിക്കുന്നു. ആദ്യമായിട്ട് പാട്ട് നിന്നെ കരുതും ചിറകതിൽ മറയ്ക്കും യേശു നിന്റെ അരികിലുണ്ട് എന്നൊരു പാട്ട് ഈ മൊബൈലിൽ കേട്ടു. ഞാൻ ഇരുന്ന് കരയുക. ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാ. കരഞ്ഞു. എന്റെ ചേട്ടൻ പാടുമായിരുന്നു, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, ഇത്ര പാടത്തുള്ളൂ. ഞാനാണെങ്കിൽ എന്റെ പാട്ട് അങ്ങേറ്റം നല്ല ലെവലിന് പാടും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഒന്നിലെ ഫുള്ളും പാടും, ഇല്ലെങ്കിൽ നിങ്ങൾ പാടണ്ട എന്ന് ഞാൻ തർക്കിക്കുമായിരുന്നു. ഞാൻ ഈ പാട്ട് കേട്ടിരുന്ന് കരയുക. എന്നിട്ട് പിന്നെ വീണ്ടും മോളെയും കൂട്ടി ഞാൻ പള്ളിയിൽ പോകുന്നു. അവിടുന്ന് ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഈശോയുടെ ക്രൂശിത രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്നെയാണല്ലോ ഞാൻ തള്ളി പറഞ്ഞത്. എൻ്റെ കുഞ്ഞുനാളിലേ മുതൽക്ക് ഈശോ എന്നെ നടത്തിയ വഴികളും എൻ്റെ സങ്കടകാലങ്ങളിൽ എന്നെ നടത്തിയതൊക്കെ ഞാൻ ഏറെ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറയാണ്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുക, അപ്പൊ നിന്റെ ദാഹം തീരുമെന്ന്. അപ്പൊ ശരിക്കും ഈശോ എന്നെ ആ വഴിയിലോട്ട് കൊണ്ടുപോവുകയാണ്. എനിക്ക് ഏറെ വചനങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ നേരം ഇപ്പൊ വചനം വായിക്കുന്നുണ്ട്. അത് രോഗികളായ തളർന്നു കിടക്കുന്ന രോഗാവസ്ഥയിലുള്ളവർക്കാണ് ഞാൻ ആ വചനം വായിച്ചു കൊടുക്കുന്നത്. വചനം വായിക്കുന്നതനുസരിച്ച് ആദ്യം എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ചു തീർത്തപ്പം ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിക്കുകയാണ്, തേരിൽ ഷണ്ടൻ പോകുന്ന സമയം പീലിപ്പോസ് അടുത്തെന്ന് ചോദിക്കുക, എന്നാണ് നീ പറയുന്നത്, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ വേഗം തന്നെ ആ വചനം എന്നെ സ്ട്രൈക്ക് ചെയ്യാണ്. ഷണ്ടനെ പോലെയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ 2ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിക്കുന്ന സമയം ആദ്യം വായിക്കുമ്പോൾ എന്റെ കണ്ണുനീര് ഒഴുകുന്നുണ്ട്, മനസ്സിലായില്ലെങ്കിലും. അപ്പൊ 2ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിക്കുമ്പോൾ ദാനിയേൽ പൂണത്തിലച്ഛന്റെ ബൈബിൾ സ്റ്റഡി കേൾക്കാൻ തുടങ്ങുന്ന അനുസരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് തീക്ഷ്ണത വരാൻ തുടങ്ങി. ഞാൻ 2ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ച് തീർന്നപ്പോ ഞാൻ മാമോദിസ മുങ്ങാൻ ഇടയായി. അത് എൻ്റെ അച്ഛൻ മരിച്ച കറക്റ്റ് 1 മാസം 20-ാം തീയതി അച്ഛൻ മരിക്കുന്നു. പിറ്റേ 15-ാം തീയതി ഞാൻ മാമോദിസ മുങ്ങിക്കഴിഞ്ഞു. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോ എൻ്റെ അപ്പൻ ഈ ലോകത്തുള്ളവൻ പോയി, ഇനി നീയാ എൻ്റെ അപ്പൻ, എന്നെ നീ ചേർത്ത് പിടിച്ചേ മതിയാവൂ. എന്നുവെച്ചാൽ എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു, ഈശോയെ ഞാൻ തിരുവോസ്തിയിൽ കണ്ടിട്ടുണ്ട്. അച്ഛൻ തിരുവോസ്തിയും കൊണ്ടുവരുന്ന സമയം ഞാൻ ചിന്തിക്കുകയാണ്, ഇത് അവരുടെ എന്തോ ഒരു അച്ഛനായിരിക്കും, അവരുടെ ദൈവം, അച്ഛനെ അവർ തൊട്ട് കണ്ണേ വെക്കുന്നു കാരണം. പക്ഷെ ഈശോ എനിക്ക് കാണിച്ചു തരികയാണ് ഞാനാണ് ദൈവം എന്ന്. അങ്ങനെ ഈശോയെ തിരുവോസ്തിയിൽ കണ്ട നാൾ മുതൽ ഞാൻ ഓരോ കുർബാനയ്ക്ക് പോകുമ്പോഴും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോ എനിക്ക് നിന്നെ വേണം. ഈശോ എന്നെ ചേർത്ത് പിടിച്ചു. ഈശോയുടെ കുഞ്ഞായിട്ട് എന്നെ മാറ്റി. മാമോദിസ മുങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വചനം വായിച്ചപ്പോഴത്തൊട്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാതെ ജീവിക്കാൻ വയ്യെന്നായി. ഞാനെന്ന് വെച്ചാൽ ഞാൻ ഈ അനുഭവത്തിലൂടെയാണ്, ഈശോ എന്നെ തെരഞ്ഞെടുത്തതാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടത് ആരും എൻ്റെ അടുക്കലേക്ക് വരികയില്ല. എൻ്റെ പിതാവ് എനിക്ക് നൽകിയവരെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്നാണ്. മാമോദിസ മുങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് എന്താണ് അറിയില്ല, പരിശുദ്ധാത്മാവിൽ നിറയുകയാണ് ഞാൻ ഇങ്ങനെ വചനം വായിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-ന്റെ 2, 3, 4, 5 വചനം. പീഡാനുഭവത്തിന് ശേഷം യേശു 40 ദിവസത്തേക്ക് അവരുടെ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്തെന്നാൽ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവേൻ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളായിട്ട് ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാൽ നിങ്ങൾ എൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ എൻ സാക്ഷികളാകും. ഞാൻ സാക്ഷിയായിട്ട് മാറാൻ തുടങ്ങി. എൻ്റെ തയ്യൽ കടയിൽ വരുന്ന ഒരു മനുഷ്യനെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഈശോയെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവരിന്ന് ഉറങ്ങട്ടെ, അവരെന്തോ ആയിക്കോട്ടെ, അവരുടെ അടുത്ത് ഞാൻ എന്നെ കഴിയുന്നത് ഈശോയെ കൊടുക്കാൻ ശ്രമിച്ചു. വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ എന്നെ മനസ്സിലാക്കി. വചനം വായിക്കുമ്പോൾ വചനം നമ്മളെ വായിക്കുകയാണ്. അപ്പൊ ശരിക്കും ആ ജീവിതാനുഭവത്തിലൂടെ ഈശോയെ ഞാൻ ശരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ
എവിടെ ആരെ കിട്ടിയാലും, ട്രെയിനില്, ബസ്സില്, എവിടെ പോയാലും ഞാൻ ഈശോയെ കൊടുക്കുന്നവരായിട്ട് മാറി. ഏറെ രോഗികളായിട്ട് തളർന്നു കിടക്കുന്ന എന്താ പറയാ, എനിക്ക് അവരെ നേരത്തെ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് ഈശോയാണെന്ന് അവരെന്നുള്ള ബോധ്യത്തോടുകൂടെ, ഞാൻ രോഗിയായിരുന്നു എന്നെ നീ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥത്തോടുകൂടെ അവരെ ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി, ഈശോയെ കൊടുക്കാൻ തുടങ്ങി. അവരിലേക്ക് ആ ഒരു സ്നേഹത്തോടുകൂടെ ഞാൻ ചെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഒരു അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നതുപോലെ, ഒരു സഹോദരി ഞങ്ങളുടെ അടുത്ത് വന്നതുപോലെ നീ വരുന്നുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ സങ്കടത്തോടുകൂടെ വരുന്നവരുടെ അടുത്ത് വചനം പറഞ്ഞ അവരെ നേർവഴിക്ക് ഈശോയാണ് ദൈവം എന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് എനിക്ക് സാധിച്ചു. അത് എൻ്റെ കഴിവോ അറിവോ ഒന്നുമല്ല. ഈശോയിൽ നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങൾ എൻ സാക്ഷികളാകും, ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ എൻ സാക്ഷികളാകുന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുന്നുണ്ട്. വചനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ ദൈവം നിറച്ചു. അതാണ് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും, കേടുപാടുകൾ തീർത്ത് പഴയ കാലത്തെന്ന് പോലും ഞാൻ പണിതുയർത്തും. അന്ന് ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നവരെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതകാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, അവ മലകളിൽ കവിഞ്ഞൊഴുകും. എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. ഈശോയെ നിത്യം സ്വീകരിക്കുന്ന ഒരു മകളായിട്ട് എന്നെ മാറ്റി. എന്നെ എൻ്റെ കുടുംബത്തെയും തെരഞ്ഞെടുത്ത ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് ഞങ്ങളുടെ നാശത്തിനുള്ളതല്ല, ഞങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആകണമെന്ന് ഓരോ മാമോദിസ വെള്ളം തലയിൽ വീണ ഓരോരുത്തരോടും ഞാൻ പറയുന്നു. നിങ്ങളും ഈശോയുടെ സാക്ഷിയായിട്ട് മാറണമെന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തോടുകൂടെ ആമേൻ. തൻ്റെ ജീവിതത്തിലൂടെ താൻ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ ഈശോയെ സ്വന്തം ജീവിത അനുഭവത്തിലൂടെ ചേച്ചി നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തരികയായിരുന്നു. ക്രിസ്തുവിനെ നാഥനായി സ്വീകരിക്കുന്നതിന് മുമ്പ് താൻ ആരായിരുന്നുവെന്നും അതിനുശേഷം എങ്ങനെ ദൈവം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്നും ഇപ്പോൾ ഏത് രീതിയിൽ ദൈവം ഉപയോഗിക്കുന്നുവെന്നും വളരെ കൃത്യമായിട്ട് വചനത്തെ കോർത്തിണക്കിക്കൊണ്ട് മേരി ചേച്ചി വളരെ ക്ലിയറായിട്ട് നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ചേച്ചിയോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും അനേകായിരങ്ങളുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട്, സ്വന്തം ജീവിത അനുഭവത്തിലൂടെ പ്രഘോഷിക്കുവാനായിട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചേച്ചിയുടെ ഈ ഒരു അനുഭവ സാക്ഷ്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ച ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈ ഒരു അനുഭവ സാക്ഷ്യം നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനായിട്ട് ലിസമ്മ ചേച്ചി ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മള് ടെൻസിയുടെ പ്രഘോഷണത്തിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ട മേരിയുടെ സാക്ഷ്യത്തിലൂടെയും കേൾക്കുകയായിരുന്നു. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണെന്നും നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നും. അതെ, നമ്മുടെ തമ്പുരാൻ തന്റെ പീഡാനുഭവത്തിന് മുമ്പ് തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിന്റെ വലിയ കൽപ്പന അവർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും ഈശോ പറഞ്ഞു തന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എന്നാൽ പീഡാനുഭവത്തിന് ശേഷം, തന്റെ പീഡാസഹന കുരിശുമെന്ന ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരെ സമീപിച്ചിട്ട് അവരുടെ കൂടെ 40 ദിവസം ജീവിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗാരോഹണത്തിന് മുമ്പ് അവർക്ക് കൊടുത്ത മഹാകൽപ്പനയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അതുപോലെ നമ്മള് ലൂക്കാസ് സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതെ സ്നേഹമുള്ളവരെ, നമ്മുടെ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന മഹാകൽപ്പനയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ചേക്കുന്ന ഏക ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് ക്രിസ്തു ഐക്യപ്പെട്ടത്. അതായത് ഏഷ്യയിലെ സഭയില് ജോൺ പോൾ പാപ്പ പറയുകയാണ്, മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്ന്, അതായത് സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സ്ഥാപിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നു പോവുകയുള്ളൂ. മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഉള്ള ഒരു വെളി എന്ന നിലയിലുള്ള നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള ഏക പ്രത്യാശ. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പാപ്പ ഇതില് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ക്രിസ്തുവാണ് ആദ്യ പ്രേക്ഷിതൻ എന്ന് മാത്രമല്ല, ക്രിസ്തുവാണ് പൂർണ്ണ പ്രേക്ഷിതൻ. അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാവുന്ന പ്രത്യേക കൂട്ടായ്മയിൽ നിന്ന് പിതാവായ ദൈവത്താൽ ഐക്യപ്പെട്ട ആദ്യത്തെ പ്രേക്ഷിതൻ. ഈശോ ഭൂമിയിൽ വന്ന് സുവിശേഷമായിക്കൊണ്ട് ദൈവരാജ്യത്തെ പറ്റി എല്ലാവരുടെയും ശിഷ്യന്മാരോട് എല്ലാം പറഞ്ഞു കൊടുത്ത് സുവിശേഷമായി തന്റെ ജീവിതം മുഴുവൻ സുവിശേഷമായിരുന്നു. അത് അവിടുന്ന് പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാവിനെ ഐക്യപ്പെട്ട ആ പ്രേക്ഷിതൻ പിതാവിന്റെ ഹിതം നിറവേറ്റുവാനായിട്ടായിരുന്നു പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുക, യേശുവിന്റെ പ്രവർത്തനങ്ങളും ആ താതാത്മ്യപ്പെടലും, അതായത് ഈ മനുഷ്യരോട് സംസാരിക്കാനായിട്ട് മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ആ ദൈവത്വം മാറ്റിവെച്ച് ഇവിടെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരോട് സംസാരിച്ചു. അത്ഭുതങ്ങളും ഈശോയുടെ അത്ഭുതങ്ങളും പ്രാർത്ഥനകളും, അതായത് നമുക്ക് കാണാൻ സാധിക്കും മലയിലെ പ്രസംഗമൊക്കെ, അതിലെല്ലാം ഈശോ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം ദൈവരാജ്യം ദൈവരാജ്യം. ഈ പ്രാർത്ഥനകളും പഠനങ്ങളും എല്ലാം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതായിരുന്നു ഈശോയുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിലെ മുഴുവൻ സമയത്തെയും ആകെയുള്ള ആഗ്രഹവും ഈശോ ചെയ്തതും അത് തന്നെയാണ്. അപ്പൊ ആദ്യ പ്രേക്ഷിതന്റെ തീഷ്ണത നമുക്ക് ലൂക്ക 4:43 കാണാൻ സാധിക്കും. യേശു മാമോദിസ കഴിഞ്ഞ് 40 ദിവസം മരുഭൂമിയില് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിറവില് ഗലീലയിൽ വന്ന് അവിടുന്ന് സിനഗോഗിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, നിങ്ങൾ കേൾക്ക ഇന്ന് ഈ തിരുവഴുത്ത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ തന്റെ പ്രഘോഷണം ആരംഭിക്കുന്നു. തന്റെ ഈ ഭൂമിയിലെ ഉള്ള ആ ഒരു മിഷൻ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് അതിനെ കേട്ട ജനങ്ങള് ഈശോയുടെ രോഗശാന്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഈശോയോട് പറയാണ് അവരുടെ കൂടെ ആയിരിക്കാനായിട്ട്. അപ്പൊ ഈശോ പറയുന്നതാണ്, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും പോയി പിതാവിന്റെ ആ ഒരു മിഷൻ, അതായത് പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാനായിട്ട് ഈശോ കാണിക്കുന്ന ആ
വ്യാകുലതയാണ്, തീഷ്ണതയാണ് നമുക്ക് ഈ വാക്കുകൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഈശോയെ കണ്ടുമുട്ടിയവരെല്ലാം പ്രേക്ഷിതരായിട്ട് മാറുകയാണ്. നമുക്കറിയാം ആദ്യത്തെ ശിഷ്യന്മാര് സ്നാപയോഹന്നാന്റെ കൂടെ അന്ത്രയോസ് നിൽക്കുമ്പോഴാണ് സ്നാപയോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ്. അപ്പൊ ഈശോയോട്ട് അന്ത്രയോസ് അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഈശോ പറഞ്ഞു, വന്ന് കാണുക. അങ്ങനെ അന്ത്രയോസ് ഈശോയുടെ കൂടെ പോകുന്നു. ഈശോയെ കണ്ടുമുട്ടി ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അന്ത്രയോസ് ഓടി വന്ന് തന്റെ സഹോദരൻ ശിമോനോട് പറയാണ്, ഞാൻ ഈശോയെ കണ്ടു എന്ന് പറയുന്നു. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഫിലിപ്പോസ് ഈശോയെ കണ്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നഥാനിയേലിനോട് പറയുകയാണ്, ഞാൻ രക്ഷ കണ്ടു. ഇപ്പൊ നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നഥാനിയേലിനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പൊ നഥാനിയേലിനോട് ഈശോ പറയുന്നുണ്ട്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോ തന്നെ ഞാൻ നിന്നെ കണ്ടു. ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോയുടെ ശിഷ്യനായി മാറുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സമരിയക്കാരി സ്ത്രീയെ. ആ സമരിയക്കാരി സ്ത്രീയെ ഉച്ച നേരത്തെ അവിടെ വെള്ളം കോരാനായിട്ട് വന്നത്, അവള് മറ്റെല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സമയം നോക്കി വെള്ളം കോരാൻ വന്നതാണ്. കാരണം അവളുടെ ജീവിത ശൈലി അത്ര കണ്ട് മോശമായിരുന്നെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടി യേശു അവളുടെ ജീവിതത്തിലെ കേന്ദ്രബിന്ദുവായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്ന ഉദ്ദേശം തന്നെ പറഞ്ഞ ആ കുടം അവിടെ വെച്ചിട്ട് ഓടിപ്പോയി ആ ഗ്രാമത്തിൽ ചെന്ന ബാക്കി എല്ലാവരെയും, ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കൂട്ടിച്ചോണ്ട് വരികയാണ് ഈശോയുടെ അടുത്തേക്ക്. അങ്ങനെ വലിയ ആ ഗ്രാമം മുഴുവനെയും യേശുവിലേക്ക് നയിച്ച വലിയൊരു പ്രേക്ഷിതയായിട്ട് അവൾ മാറുകയാണ്. അങ്ങനെ ഈശോയെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും പ്രേക്ഷിതരായിട്ട് മാറുന്നു. നമ്മൾ ഓരോരുത്തരും ഈശോയെ അനുഭവിച്ചു കഴിയുമ്പോൾ ആ തീഷ്ണതയാൽ നിറയുന്നവരായിട്ട് മാറുന്നു. അതാണ് നമ്മൾ മേരിയുടെ സാക്ഷ്യത്തില് കേട്ടത്, തീഷ്ണതയോടെ വചനം ഘോഷിക്കുന്ന ഒരു വ്യക്തി. ഇനി ഈശോ ശിഷ്യന്മാരെ ഓരോരുത്തരെയും ഈ പ്രഘോഷണത്തിനായിട്ട്, സുവിശേഷ പ്രഘോഷിക്കാനായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത്. അവരെയൊക്കെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് പടിപടിയായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നു. കാരണം ശിഷ്യന്മാരെ ഇടയ്ക്കിടയ്ക്ക് തമ്മില് കലഹിക്കുകയും ചോദിക്കുന്നുണ്ട്, ഇതിലാരാണ് വലിയവന്, ആരാ ചെറിയവൻ എന്നുള്ളൊരു മത്സരമൊക്കെ അവരുടെ ഇടയിലുണ്ട്. അപ്പൊ ഈശോ ആ ശിഷ്യന്മാരെയൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് അവരെ ആ സ്നേഹത്തിന്റെ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അവരെ എല്ലാം ഒരുക്കുന്നത് നമുക്ക് ബൈബിളിലെ പല ഭാഗങ്ങളിലും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ആദിമ സഭയും ശിഷ്യന്മാരും എല്ലാം മിഷണറിമാരാണ്. അവരെല്ലാം യേശുവിനാൽ ഐക്യപ്പെടുന്ന ഒരു സമൂഹമാണ്. യേശു നൽകിയ ദൗത്യം നിർവഹിക്കുന്നു. ആ ദൗത്യ നിർവഹണത്തില് അവരെ എത്ര ആത്മനിറവോടെയാണ് അത് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദാനം കാത്തിരിക്കുവിൻ. അതായത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് വരെ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുകയാണ്. അപ്പൊ പക്ഷെ തുടർന്നുള്ള വചനത്തിൽ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുന്ന ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. അതായത് നമ്മള് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മുമ്പ് ഈ ഓരോ വചനങ്ങളും നമ്മളെ കീറിമുറിക്കണം. നമ്മളുടെ ജീവിതത്തില് ആ വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ ആ വചന അനുസൃതമായ ഒരു ജീവിതവും നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ കീറിമുറിക്കുന്ന വചനം നമ്മുടെ കുടുംബത്തില് ആ വചനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം വിശദീകരിക്കപ്പെടുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ സുവിശേഷമായിക്കൊണ്ട് യൂദയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്ബർഹുഡിലേക്കും നമ്മുടെ അയൽക്കാരിലേക്കും, സമരിയ എന്ന് പറഞ്ഞാല് വിജാതിയരുടെ അടുത്തേക്ക്, അങ്ങനെ നമ്മൾ നമ്മുടെ അയൽക്കാരിലേക്കും സമൂഹത്തിലേക്കും
ലോകം മുഴുവനിലേക്കും സുവിശേഷമായി തീർന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള ആ വലിയ ആഹ്വാനം, അത് പരിശുദ്ധാത്മാ നിറവില് ചെയ്യുവാനായിട്ട് യേശു എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തില് നമ്മൾ വായിക്കുന്നത്. ഇനിയും ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല സുവിശേഷ പ്രഘോഷണം എന്നത്. അത് കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെട്ടിട്ട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 21-ാം വചനം പറയുന്നത്. അതായത് യേശുവിനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന കൂട്ടായ്മയിൽ നിന്നാണ് പിതാവ് അയക്കുന്നത്. അങ്ങനെ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് നമ്മൾ നേരത്തെ കേട്ടു, നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സ്നേഹ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് സഭയിലായിരുന്നുകൊണ്ട് വേണം സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്. നമ്മൾ ജീവിക്കുന്ന സുവിശേഷം വേണം നമ്മൾ പ്രഘോഷിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സുവിശേഷം ജീവിക്കാനും സുവിശേഷം പ്രഘോഷിക്കുവാനുമായുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, ഇത്തരണത്തില് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം ജീവിക്കണം എന്ന് എൻ്റെ പേരൻസിന്റെ അടുത്തൊന്ന് മനസ്സിലാക്കി. പക്ഷെ സുവിശേഷം പ്രഘോഷിക്കുന്നത് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് 60 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. സത്യത്തില് ഈ മിസിയോ കോഴ്സ് കൂടിയപ്പോഴാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കടമയാണെന്നും അത് എൻ്റെ ഏറ്റവും വലിയ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നുള്ള ബോധ്യം എനിക്ക് നൽകിയത് മിസിയോ കോഴ്സിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മിസിയോട് ഒരുപാട് കടപ്പാടുണ്ട്. സുവിശേഷം ജീവിക്കാൻ, അതായത് നമ്മൾ ഓരോ അവസരത്തിലും ആ സാഹചര്യത്തിനനുസരിച്ച് സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. വേദനിക്കുന്നവരോട് നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ വേദനയിൽ പങ്കുകൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട്, രോഗികൾക്ക് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട്, വിശക്കുന്നവന് ഭക്ഷണം നൽകിക്കൊണ്ട്, വചനം പറയേണ്ടവരുടെ അടുത്ത് വചനം പറഞ്ഞുകൊണ്ട്, ആ രീതിയിൽ വേണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു സുവിശേഷ ജീവിതത്തിന് മാത്രമേ മറ്റുള്ളവരില് മാറ്റം ഉണ്ടാക്കാനായിട്ട്, ഈശോയെ അവർക്ക് അനുഭവവേദ്യമാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും സഭയാകുന്ന കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളോട് ആവർത്തിച്ച് സഭ തന്നെ മനസ്സിലാക്കി തരികയാണ്. അതായത് മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തികളുടെയും കടമയാണ് സുവിശേഷം ജീവിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വം ലഭിക്കുന്നു. എന്നാൽ ആ ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയെ നിറവേറ്റുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. അത് നമുക്ക് തൈലാഭിഷേകത്തിലൂടെ അല്ല സ്ഥൈര്യലേപനത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള ധൈര്യവും കൃപയും ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 15-16 വചനം പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് തെരഞ്ഞെടുത്തത് എന്തിനാണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അതായത് നമ്മളെ ഓരോരുത്തരെയും ഇപ്പൊ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മളെ എല്ലാവരും ഒന്നിച്ചു ചേർത്തത് യേശു തമ്പുരാൻ തന്നെയാണ്. അങ്ങനെ യേശു തെരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് നമ്മളെന്നും ആ ഒരു ബോധ്യത്തില് യേശുവിനെ പ്രഘോഷിക്കാൻ, നമ്മൾ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, യേശുവിന്റെ ആ സ്നേഹം മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകുവാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 15-16 വചനം നമ്മളോട് പറഞ്ഞു തരുന്നത്. സുവിശേഷത്തിന്റെ ആനന്ദത്തില് ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അപ്പൊ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നോ, എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ലെന്നോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാവുന്ന ഒരു കടമയല്ല നമ്മളുടെ എല്ലാവരുടെയും, അതായത് മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് പാപ്പ
ഈ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ആദിമസഭയിലെ ജീവിതവും പ്രവർത്തനവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവിടെ അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്തെഫാനോസിന്റെ മരണത്തിന് ശേഷം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അത് കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം ചെതറിക്കപ്പെട്ടു. പക്ഷെ അവര് ചെതറിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അവര് ഓരോരുത്തടത്തും ചെന്ന് പേടിച്ചോടെ ഒതുങ്ങി കൂടുതൽ ചെയ്ത് ചിതറിക്കപ്പെട്ടവർ എത്തിച്ചേർന്ന ഇടങ്ങളിൽ ആത്മനിറവോടെ വചനം പ്രസംഗിച്ചു. അപ്പം ഓരോ തരത്തിലുള്ള പിന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടുതൽ ശക്തിയോടെ വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു തീഷ്ണത നമ്മള് ശിഷ്യന്മാരുടെ ഓരോ ശിഷ്യന്മാരുടെ കാര്യത്തിലും കാണുക. പ്രത്യേകിച്ച് പൗലോസ്ലിഹയുടെ കാര്യത്തില് പൗലോസ്ലിഹ സാവൂളായിരുന്ന സമയത്ത് തീഷ്ണതയോടെ യഹൂദ മതത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞു. എന്നാൽ ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ, യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോ സൗൾ പൗലോസായി മാറുകയും വളരെ ബോധ്യത്തോടും ധൈര്യത്തോടും സ്നേഹത്തോടും കൂടെ എല്ലാ സാഹചര്യത്തിലും യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് സുവിശേഷത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് വചനത്തിലൂടെ പറയുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞ, ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിരിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. അതെ, ഏറ്റവും തീഷ്ണതയോടെ എല്ലാ സാഹചര്യത്തിലും വചനം പ്രഘോഷിക്കാനായിട്ട് പൗലോസ്ലിഹയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും റോമാലേഖനം 8:35 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്ത് തന്നെയായാലും, സാഹചര്യം ഏതായാലും, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ പ്രഘോഷിക്കുമെന്ന് വളരെ ധീരമായ ഭാഷയിലും ശക്തമായ ഭാഷയിലും പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് പൗലോസ്ലിഹ ചെയ്യുന്നത്. നമുക്ക് ഒരു സുവിശേഷാത്മക സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് സഭയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് വചനത്തിന്റെ നിറവില്, കൂട്ടായ്മയില്, സ്നേഹ സമൂഹമായിട്ട് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് സുവിശേഷം. അങ്ങനെ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ്, അതായത് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ് ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഇന്ന് എൻ്റെ ദൗത്യം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ സുവിശേഷം ജീവിക്കാതെ, സുവിശേഷം പ്രഘോഷിക്കാതിരുന്നാല് തീർച്ചയായിട്ടും ദുരിതം, എനിക്ക് ദുരിതം, എൻ്റെ കുടുംബത്തിന് ദുരിതം, എൻ്റെ സമൂഹത്തിന് ദുരിതം, സഭയ്ക്കും എല്ലാം, ലോകം മുഴുവൻ ദുരിതം. അതായത് ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം സുവിശേഷം എല്ലാവരിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈശോ സ്നേഹമാണെന്ന്, ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞാല് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ആ യേശുവിന്റെ സ്നേഹത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തില് അനീതിയും അക്രമങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. 1 കൊരിന്ത്യൻസ് 9:16 പറയുന്നത്, പൗലോസ്ലിഹ പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതായത് ഞാൻ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അഭിമാനിക്കാനുള്ള, കാരണം എൻ്റെ കടമ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കടമ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അഹങ്കരിക്കാനോ അഭിമാനിക്കാനോ ഇല്ല. പക്ഷേ സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ ദുരിതം എന്ന് പൗലോസ്ലിഹ ആവർത്തിച്ച് പറയുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കാതുകളെ മുഴുകേണ്ട വചനമാണിത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തനം 4:20 നമുക്ക് വായിക്കാൻ സാധിക്കും, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ പേടിച്ചിരുന്ന ശിഷ്യന്മാരെ വളരെ ആവേശത്തോടെ തീഷ്ണതയോടെയും കൂടെ പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. ഇത് ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഇത് പ്രഘോഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല.
ധീരതയോടെ ആ വചനം പ്രഘോഷിക്കുകയാണ്. വീണ്ടും 1 യോഹന്നാൻ 1:1 വചനം പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഈശോയെ അവർ കേട്ടു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, സൂക്ഷിച്ചു വീക്ഷിച്ചു, കൈകൊണ്ട് സ്പർശിച്ചു. അങ്ങനെ അവരനുഭവിച്ച യേശുവിനെ, അവരനുഭവിച്ച ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആ ഒരു തീഷ്ണത ഈ വചനത്തിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വീണ്ടും സുവിശേഷത്തിന്റെ ആനന്ദം 135-ാമത്തെ ഖണ്ഡികയിലെ ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, സുവിശേഷ പ്രസംഗത്തിന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീഷ്ണവും സന്തോഷകരവുമായ ഒരു അനുഭവമാകാൻ, ദൈവവചനവുമായുള്ള ആശ്വാസദായകമായ ഒരു അഭിമുഖീകരണമാകാൻ, നവീകരണത്തിന്റെയും വളർച്ചയുടെയും നിരന്തരമായ ഒരു ഉറവിടമാകാൻ കഴിയും. അതായത് വചനം ഓരോ ദിവസവും നമ്മളെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ആ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് സുവിശേഷമായിക്കൊണ്ട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. വീണ്ടും 136-ാമത്തെ ഖണ്ഡികയെ പറയാണ്, പ്രസംഗങ്ങളിലൂടെ മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണെന്നും മനുഷ്യന്റെ വാക്കുകളെ കൂടി അവിടുന്ന് തന്റെ ശക്തി പ്രകടമാക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷ പ്രസംഗത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നവീകരിക്കാം. 150-ാമത്തെ ഖണ്ഡികയില് പാപ്പ പറയുകയാണ്, ഇന്നും സാക്ഷികളെ ശ്രമിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ മേരിയുടെ സാക്ഷ്യം എല്ലാവരും വളരെ ആവേശത്തോടെ തീഷ്ണതയോടെ കേൾക്കായിരുന്നു. കാരണം സുവിശേഷം ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാക്ഷ്യം പറയാണ്. അപ്പൊ അതുകൊണ്ട് സാക്ഷികളെ ശ്രമിക്കുന്നത് എന്നും ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന പോലെ തങ്ങൾക്ക് അറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് കേൾക്കുവാനായിട്ട് ഇന്നും ശ്രോതാക്കൾക്ക് വളരെ താല്പര്യമാണ്. സുവിശേഷത്തിന്റെ ആനന്ദം 151-ാമത്തെ ഖണ്ഡികയില് പാപ്പ പറയാണ്, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വചനം നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തില്, നമ്മളുടെ ഇടപെടലില്, നമ്മളുടെ പെരുമാറ്റത്തില് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ വചനം മറ്റുള്ളവർക്ക് കൈമാറിയാൽ മാത്രമേ സുവിശേഷ പ്രഘോഷണം ഫലപ്രദമാകുകയുള്ളൂ. അങ്ങനെ ജീവസുറ്റ സ്വതന്ത്രരായ, അതായത് ബന്ധനത്തിൽ കഴിയുന്ന ഒരാള് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് അതിന്റെ പൂർണ്ണതയെ സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ഫലം നൽകുവാനായിട്ട്, ലഭിക്കുവാനായിട്ട് സാധിക്കില്ല എന്നും കൂടെ ഈ വചനം ഈ പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തില് നമ്മള് വായിക്കുകയാണ്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, യേശുക്രിസ്തുവിന്റെ പ്രത്യേക കൃപയാലാണ്. അതായത് വചനം പ്രഘോഷിക്കുക എന്നുള്ളത് യേശു നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ്. അതുകൊണ്ട് ഈ കൃപയോട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് ഫ്രാൻസിസ് പാപ്പ പറയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. അതായത് ഇന്ന് ദൈവത്തിന് ഈ ലോകത്ത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കരങ്ങളാണ്, നമ്മളുടെ കാലുകളാണ്. അതുകൊണ്ട് സുവിശേഷം ഇന്ന് പ്രഘോഷിക്കപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരിലൂടെയാണെന്നുള്ളത് പാപ്പ നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പറയുന്നത്, മനുഷ്യഹൃദയങ്ങളിലായിരിക്കുക എന്നുള്ള മിഷൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജല്ല. അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാലല്ലാതെ എന്നിൽ നിന്ന് പിഴുതെറിയാൻ ആവില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എനിക്കൊരു മിഷൻ ഉണ്ടെന്നല്ല, ഞാനൊരു മിഷനാണ്. അതായത് ഈശോയെ പകർന്നു കൊടുക്കുക എന്നുള്ള മിഷനുമായിട്ടാണ് എന്നെ ഈ ഭൂമിയിലേക്ക്
വിട്ടിരിക്കുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ എന്താണ് ലഭിക്കുന്നതെന്നുള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് മുഴുവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വർഗ സൗഭാഗ്യവും നിത്യജീവനുമാണ്. അതെ, സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ നമുക്ക് സുവിശേഷമായി തീരണം. നമ്മൾ ജീവിക്കുന്ന സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ പരിശുദ്ധാത്മാ നിറവില് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഓരോ വ്യക്തിയെയും സഭ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ സുവിശേഷമായി സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് യേശുവിനെയാണ് നമ്മൾ അവിടെ പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് സുവിശേഷം ശ്രമിക്കുന്നവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നു, യേശുവിന്റെ സ്നേഹത്തിൽ വളരാൻ സാധിക്കുന്നു. യേശുവിന്റെ ആ കൃപ ലഭിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള മാനസാന്തരത്തിലേക്കും പരിശുദ്ധാത്മ നിറവിലേക്കും കൂട്ടായ്മയിലേക്കും വന്നുകൊണ്ട് സഭയുടെ ഭാഗമായി തീരുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ സുവിശേഷത്തിന്റെ ആ തീഷ്ണത അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തില് സുവിശേഷം നമ്മൾ ഓരോരുത്തരും സുവിശേഷമായിക്കൊണ്ട് പരിശുദ്ധാത്മാ നിറവില് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. കാരണം പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അവരെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ശക്തരാക്കുവാനായിട്ട് അവരെ സഹായിച്ചതുപോലെ നമ്മളെ എല്ലാവരെയും പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരേ ഒരു മിഷൻ സുവിശേഷം പ്രഘോഷണമാകട്ടെ എന്ന് തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ആ തീഷ്ണതയുള്ള ജ്വലിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആമേൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിനെന്ന്. അതെ, വളരെ മനോഹരമായിട്ട് ചേച്ചി ഈ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ സുവിശേഷ പ്രഘോഷണം എന്താണെന്ന് നമ്മളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. യേശു ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് എങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഈശോയുടെ മരണത്തിനും ഉദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ശിഷ്യന്മാര് എങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇതെല്ലാം കൃത്യമായിട്ട് ആ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ചേച്ചി നമ്മളെ കാണിച്ചു തരികയായിരുന്നു. നമ്മൾ പ്രൊക്ലമേഷനിലൂടെയും മേരി ചേച്ചിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെയും ഒക്കെ കേട്ടതുപോലെ വീണ്ടും ചേച്ചിയും അടിവരയിട്ട് പറയുകയായിരുന്നു, ക്രൈസ്തവരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ലിസമ്മ ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ചേച്ചിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവാനുഗ്രഹം ധാരാളമേ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ഏതാനും അറിയിപ്പുകളുണ്ട്. സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഏപ്രിൽ മാസം 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയും മെയ് മാസം 19-ാം തീയതി മുതൽ 24-ാം തീയതി വരെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 9061954230 അല്ലെങ്കിൽ 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി നമ്പർ 90654230 അല്ലെങ്കിൽ 7012574557. ഏതാനും സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. മിസിയോ ഭവനിൽ വന്ന് 1-2 ദിവസം താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കുമൊക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടു കൂടി സംഘടിപ്പിച്ചാൽ
മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്ററാണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാൻ പരിശ്രമിക്കണമേ. മിസിയോ പ്രിലിംസ് കോഴ്സിന്റെ 17ാമത്തെ ബാച്ച് മെയ് മാസം 10-ാം തീയതി ആരംഭിക്കുന്നു. അതിന്റെ ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ച് അതിൽ പങ്കെടുപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അനോണിമസ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് വൈൻഡപ്പ് സെഷനായിട്ട് ഞാൻ ആലീസ് കുട്ടി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മളങ്ങനെ നമ്മൾ നിത്യസത്യങ്ങളൊക്കെ അങ്ങനെ കേൾക്കുകയായിരുന്ന ദിവസങ്ങളിലല്ലേ, എല്ലാവർക്കും കാര്യങ്ങളെല്ലാം നല്ലോണം ക്ലിയർ ആയെന്നറിയാം. നമുക്കറിയുന്ന ഡോക്ടർ ടെൻസിയും വിഭൂതിയും ലിസമ്മയും എല്ലാവരും അവരവരുടെ ഷെയറിങ്ങിലൂടെ ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പം നമുക്ക് ഇതൊരു ബേസിക് ഗോസ്പൽ മെസ്സേജ് നമ്മളോട് പ്രൊക്ലെയിം ചെയ്തതാ, നമ്മളെ ഇവാഞ്ചലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇവാഞ്ചലൈസ്ഡ് ആകുമ്പോഴല്ലേ ഇവാഞ്ചലൈസേഴ്സ് ആകാൻ പറ്റുള്ളൂ. നമുക്കറിയാം, അന്ന് സമറിയക്കാരി സ്ത്രീ ഈശോയുടെ ചെന്നിട്ട് ഈശോയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെല്ലാം ഇട്ടിട്ട് ശരിക്ക് ആ ഗ്രാമം മുഴുവനെയും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഈശോയെ കണ്ടവരൊക്കെ ആദ്യ ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം, അന്ത്രയോസും യോഹന്നാനും പോയതും ഫിലിപ്പോസ് എന്ന് നഥാനിയേലിനെ വിളിച്ചുകൊണ്ട് പോയതും, നമ്മൾ ഈശോയെ കണ്ടവരെല്ലാം മറ്റുള്ളവരെയും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് അനുഭവിച്ചത് അവർക്ക് അങ്ങോട്ട് നല്ലോണം മനസ്സിലായി. അന്നേരം അവരത് മറ്റുള്ളവർക്കും കൂടെ കിട്ടാൻ വേണ്ടി പോയതറിയാമല്ലോ. അപ്പൊ നമുക്കറിയാം ഈ ഒരു കോഴ്സിന്റെ പ്രിലിമിനറി കോഴ്സാണ് നമ്മളിപ്പോ ഇതിൽ കൂടെ ഓൺലൈനായിട്ട് കൂടുന്നത്. എല്ലാവരും നമ്മളോട് പ്രഘോഷിക്കുകയായിരുന്നു. ഇനി അതിന്റെ പഠിച്ചത് തന്നെ സമരക്കാരിയൊന്നും കോഴ്സൊന്നും കൂടിയിട്ടല്ലല്ലോ, അത്രേ. പിന്നെ പരിശുദ്ധാത്മാവാണ് മുഖ്യ പ്രവർത്തകൻ എന്നൊക്കെ അറിഞ്ഞു. ലിസമേണ നല്ല ക്ലിയർ ആയിട്ട് അവരെല്ലാരും പറഞ്ഞു. അതായത് ഈശോ പറഞ്ഞത് ദ ന്യൂ കമാൻഡ്മെന്റ് ആൻഡ് ദ ഗ്രേറ്റ് കമ്മീഷൻ. അതായത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് കമ്മ്യൂണിറ്റിയായിട്ട് ജീവിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേണം നമ്മൾ പ്രഘോഷിക്കാൻ. അത് തിരുസഭയുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ജീവിതം. രൂപതകളുടെ ഷെയറിങ്ങിലൂടെ ഒക്കെ പറഞ്ഞല്ലോ, ശരിക്കും എന്തൊരു വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെയാണ് കാത്തിരുന്ന് തിരുസഭയുടെ അംഗമായി കഴിഞ്ഞപ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ അവളെല്ലാവരോടും പറയുമായിരുന്നു നമുക്കും ചെയ്യണം. പിന്നെ ഇത് നമുക്ക് ആകെയുള്ള ഏക ദൗത്യം, സഭയുടെ ദൗത്യം, ഈശോയുടെ ഭൗതിക ശരീരത്തിന്റെ അവയവങ്ങളായ നമ്മളും അതിനുവേണ്ടിയാണല്ലോ ഈശോയുടെ ജീവിതവും ഈശോയുടെ ദൗത്യവും തുടരാൻ വേണ്ടി. അപ്പം ഇന്ന് മുതൽ നമുക്ക് കണ്ടുമുട്ടുന്നവരോടൊക്കെ ഈ സുവിശേഷം, ഇത് നമ്മള് രൂപതി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ബൈബിൾ ആദ്യത്തെ വായനയിൽ അവളങ്ങ് വായിച്ചെത്തി. രണ്ടാമത്തെ വായന വന്നപ്പോഴേക്ക് ആ വചനം അവളെ അത്രമാത്രം സ്വാധീനിച്ചു. നമുക്കും അതുപോലെ ആ വചനം നമ്മളെ സ്വാധീനിച്ചു കഴിയുമ്പോഴാണ് ഇത് ചെയ്യാൻ സാധിക്കുക. ജീവിതം ജീവിച്ചുകൊണ്ട് ശരിക്കും സുവിശേഷം ജീവിക്കുമ്പോൾ നമ്മളെ കാണുന്നവരൊക്കെ എന്നു മുമ്പ് പലപ്പോഴും കേട്ടതല്ലേ അസിസി പുണ്യാൻ പറഞ്ഞത്, അതായത് സുവിശേഷം എന്നും പറയുക എന്നാല് അത് വാക്കുകള് നിർബന്ധമായിട്ട് പറഞ്ഞാൽ മതി എന്ന്. നമ്മൾ എവിടെയാണേലും നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മളുമായി കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഈശോയെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം നമ്മുടേതാകണം. പിന്നെ ഇതിന് നമുക്കറിയാം ഒരു റെസിഡൻഷ്യൽ കോഴ്സൊക്കെ കൂടി കഴിയുമ്പോഴാണ് ശരിക്കും ജോജിയൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന് കൂടിയിട്ട് പോയതാ. അതുപോലെ കൂടിയവരെല്ലാവരും അവർക്ക് അവരുടേതായ ആ ഒരു ബോധ്യത്തോടു കൂടി അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവനും നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ, ഈശോ വന്നതും ചെയ്തതും അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി എല്ലാവരെയും വീണ്ടെടുത്താണെങ്കിൽ എല്ലാവരും ഇത് അറിയണമല്ലോ. നമ്മളെല്ലാവരും പറഞ്ഞാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ അടുത്ത ബാച്ചാകുമ്പോഴേക്ക് പരമാവധി പേര് നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലും അറിയാവുന്നവരും ഒക്കെ ഉള്ളവരെയൊക്കെ ആ 17ാമത്തെ ബാച്ചിലേക്ക് ചേർക്കുക.
നിങ്ങൾ എല്ലാവരും തന്നെ ഒരു റെസിഡൻഷ്യൽ കോഴ്സ് കൂടാൻ ശ്രമിക്കുക. പറ്റാവുന്നവരെയൊക്കെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ച് റെസിഡൻഷ്യൽ കോഴ്സ് കൂടാനും, ടോജി പറഞ്ഞല്ലോ, ആരെങ്കിലും നിങ്ങൾക്ക് അവിടെ സംഘടിപ്പിക്കണമെങ്കിൽ നമ്മളെല്ലാവരും സുവിശേഷ പ്രഘോഷകരാകണം, പ്രഘോഷണ ടീമാകണം. അങ്ങനെ ലോക സുവിശേഷവൽക്കരണം നമ്മുടെ കാലത്ത് തന്നെ ശരിക്കും അങ്ങോട്ട് സംഭവിക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്ക് ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യം വന്നു കഴിഞ്ഞു. 2000 കൊല്ലം മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞതാണ്. നമ്മളത് എന്ന് വിശ്വസിച്ച് ഈശോയെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ച് കാണിക്കാൻ അങ്ങോട്ട് തുടങ്ങുന്നു, അന്ന് ദൈവരാജ്യം പുളിമാവ് പോലെ, ഉപ്പ് പോലെ, ഇത് വെച്ച് കടുകുമണി പോലെ ഇങ്ങനെ വികസിക്കും എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റും കൂടെ ഇതിനി മേലാല് നമ്മുടെ മേരി ഷെയർ ചെയ്തപ്പോ പറഞ്ഞില്ലേ, അവള് വരുന്നവരോടെല്ലാം, കണ്ടുമുട്ടുന്ന മനുഷ്യരോട് മുഴുവനും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ സുവിശേഷം എല്ലാവരോടും പറയുക. ടെൻസി പറഞ്ഞപ്പോഴും പറഞ്ഞു, പണ്ടറിയത്തില്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടതാണെന്ന്, ഇപ്പൊ മനസ്സിലായി ഇതെന്റെ ദൗത്യമാണെന്നും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാന് ഇന്ന് മുതൽ നമ്മുടെ ജീവിതം സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ, പൗലോസ് പറഞ്ഞ പോലെ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അഹംഭാവത്തിൽ വകയൊന്നുമില്ല. സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ദുരിതം. അവനെ ഈ ലോകത്തിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും കാരണം നമ്മൾ സുവിശേഷം പറയാത്തതാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും പക്കല് ഈ സുവിശേഷം എത്താനിടയാകട്ടെ. അപ്പോൾ ദൈവത്തിന് സ്തുതി. ടോജി, താങ്ക് യു വെരി മച്ച്. ആയിക്കോട്ടെ. താങ്ക് യു അലിസുട്ടി ചേച്ചി. കഴിഞ്ഞ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ കേട്ടത് വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരിയോട് കൂടി 10 മിനിറ്റ് കൊണ്ട് അലിസുട്ടി ചേച്ചി വളരെ സമ്മറൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അലിസുട്ടി ചേച്ചി. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് സമാപന സന്ദേശത്തിനായിട്ടും ആശീർവാദത്തിനായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻ അത്താഴപ്പാടത്തച്ഛനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം അച്ഛാ. ഓക്കെ. സ്നേഹമുള്ളവരെ, നമ്മള് നോമ്പുകാലത്തിലൂടെ കടന്നു പോകുക. കർത്താവിന്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനത്തെ കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അവസരമാണ്. ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട്, ഇതിൽ പങ്കാളിയാകുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ തമ്പുരാനോട് കൂടെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കുന്ന അവസരമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. തമ്പുരാനോട് ഒന്ന് കൂടുതൽ അടുത്തിരിക്കാൻ. തമ്പുരാനോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട്, നമ്മളിലുള്ള കുറവുകളെ, പോരായ്മകളെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ, കൃപകളെ ഓർക്കുമ്പോൾ നമുക്ക് അതിന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ അനുദിനം ചൊരിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതിനൊക്കെ ഓർത്ത് നന്ദി പറയാനായിട്ടും, അതുപോലെ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്നിലേക്കും, എന്നിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക്, എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എൻ്റെ പാപാവസ്ഥകളെ, തിന്മകളെ, കുറവുകളെ തിരിച്ചറിഞ്ഞ് തിരുത്താനായിട്ടുള്ള ഒരു അവസരം കൂടെ ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനായിട്ടും തിരുത്തുവാനായിട്ടും നമുക്ക് സാധിച്ചാൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് അവരുടെ നന്മ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ തമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ ഒരു ആകത്തുകയാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ, എൻ്റെ ജീവിതം എന്ന് പറയുന്ന തമ്പുരാന്റെ കൃപയാണ്, അനുഗ്രഹമാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് തമ്പുരാന്റെ അനുഗ്രഹത്താലാണ് എന്ന് ഉള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ, ദൈവാശ്രയത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ എപ്പോഴും നമുക്ക് ആ ഒരു കണ്ണിലൂടെ കാണാനായിട്ട് സാധിക്കും. എന്നെ ദൈവം സ്നേഹിക്കുന്നത് പോലെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഈശോ തന്റെ ജീവിതം മുഴുവൻ പഠിപ്പിച്ച 3 കാര്യമാണ്: സ്നേഹിക്കാനും, പ്രാർത്ഥിക്കാനും, ക്ഷമിക്കാനായിട്ട്. ഈശോ കൂടുതൽ സമയവും ഈശോ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. തന്റെ പിതാവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലായിരുന്നു അവൻ. അതുകൊണ്ടാണ് അവന് തന്റെ ജീവിതത്തിലുടനീളം തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് സാധിച്ചത്. നമ്മുടെ ജീവിതവും ഒരു പ്രഘോഷകൻ അല്ലെങ്കിൽ സുവിശേഷം ജീവിക്കേണ്ട ഒരു വ്യക്തി തമ്പുരാനോട് കൂടെ ആയിരിക്കേണ്ട വ്യക്തിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി സെൻഡ് ഔട്ട് ആണ്. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടവരായിട്ട് മാറണം. തമ്പുരാനോട് കൂടെ ആയിരുന്ന് തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട്
നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു നല്ല സുവിശേഷകനായിട്ട്, സുവിശേഷ പ്രഘോഷകനായിട്ട് മാറാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, സുവിശേഷത്തിൽ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാര് തമ്പുരാനെ അനുഭവിച്ചറിഞ്ഞ അനുഭവ സാക്ഷ്യമാണ് അവർ പങ്കുവച്ചത്. തോമസ് ലീഹായ പറഞ്ഞെന്താ, എനിക്ക് അവനെ തൊട്ടനുഭവിച്ചറിയണം. കാരണം ആ അനുഭവത്തിലൂടെ അവന് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുമുള്ള അനുദിന ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നുണ്ടോ? നമ്മൾ കുറച്ച് വചനങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല, തമ്പുരാനോട് കൂടുതൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തമ്പുരാനോട് കൂടുതൽ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറുകയുള്ളൂ. ഞാനായിരിക്കുന്നിടം എൻ്റെ ചുറ്റുമുള്ളവര് ആ ദൈവസ്നേഹ അനുഭവം അനുഭവിച്ചറിയുന്നവരായിട്ട് മാറണം. അധരങ്ങൾ കൊണ്ട് മാത്രം പ്രഘോഷിക്കുന്നവരായിട്ട് മാറാതെ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാക്കിയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പരിശുദ്ധ അമ്മ വചന മാംസം ധരിച്ച ആ നിമിഷം പരിശുദ്ധ അമ്മ ചെയ്തത് എലിസബത്തിന്റെ അടുക്കിലേക്ക് തിടുക്കത്തിൽ ഓടിപ്പോയി ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത് എളിമ എന്ന പുണ്യത്തിൽ വളരാൻ ഈശോയും കാണിച്ചെന്ന മാതൃക അത് തന്നെയല്ലേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കാനായിട്ടാണ് വന്നത്, ഓരോ ക്രിസ്തു ശിഷ്യനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവനാണ് എന്നൊരു ബോധ്യമാണ് യേശു ആഴത്തിൽ നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ചയും അത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, ആ തമ്പുരാന്റെ കൃപയാണ് എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ. അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചത് എപ്രകാരമാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യേശു നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന വ്യക്തിപരമായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബലഹീനതകളോടും കുറവുകളോടും പോരായ്മകളോടും കൂടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ആ വിധത്തിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ മറ്റുള്ളവരുടെ കുറവിലേക്കാണോ പോരായ്മകളിലേക്കാണോ ഞാൻ നോക്കുന്നത്? എനിക്ക് ഈ മിസ്സിയോ ഭവനിൽ ഞാൻ പല പ്രാവശ്യം ഈ കോഴ്സിൽ പങ്കെടുക്കുകയും ഇവിടെ വരികയൊക്കെ ചെയ്ത അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ മിസ്സിയോ ഭവനിൽ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളിലും എളിമ എന്ന വലിയൊരു പുണ്യം, എളിമപ്പെടുന്ന ഒരു മനോഭാവം, അത് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത് ആലിസാൻഡിയുടെ ജീവിതത്തിലൂടെയാണ്. സാധാരണ എനിക്ക് ഇങ്ങനെ വചനപ്രഘോഷകരെയും അല്ലെങ്കിൽ ഇങ്ങനെ സുവിശേഷം പങ്കുവെക്കുന്നവരൊക്കെ അതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യം, തമ്പുരാനോട് കൂടുതൽ ചേർന്നിരിക്കുമ്പോൾ കിട്ടേണ്ട വലിയൊരു ക്വാളിറ്റി എന്ന് പറയുക എളിമപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന, ചിലപ്പോഴൊക്കെ ചിലർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ക്വാളിറ്റി അത് തന്നെയാണ്. അവര് ആണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വചനം പ്രഘോഷിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് കൗൺസിലിംഗ് നടത്താൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇത്തരം വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അഹങ്കാരം കൂടി പലപ്പോഴും ദൈവത്തിന്റെ ആ എളിമ എന്ന പുണ്യം നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. അപ്പൊ എനിക്ക് മിസ്സിയോഭവനിൽ എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഓരോ ആളുകളിലും അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളിലും ഈ എളിമയാണ്. തമ്പുരാനാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തികളായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവരൊക്കെ ആയിരിക്കുന്ന അവസ്ഥ തമ്പുരാൻ നൽകിയ ദാനമാണ് എന്ന് കരുതിക്കൊണ്ട് പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മ എനിക്ക് കാണാനായിട്ട് അത് ഒത്തിരി സന്തോഷം നിറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തില് ജീവിത പങ്കാളികൾ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് കോഴ്സ് കൂടുകയും അവര് സ്നേഹത്തിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഒരു കുടുംബം ഒരു സാക്ഷ്യമായിട്ട് മാറുന്നത്, അതൊക്കെ ദൈവത്തിന്റെ വലിയ ദാനമാണ്. അങ്ങനെ ഒരു ജീവിതം ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആദ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തുകയും നമ്മുടെ കുടുംബം നവീകരിക്കുകയും അതിനുശേഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കുക ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ആദ്യം പരിവർത്തനം വരുത്തേണ്ടത്. എൻ്റെ ജീവിതം എൻ്റെ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ എൻ്റെ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നിലൂടെ എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം. എന്നിലൂടെ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളെ, എൻ്റെ ചുറ്റുമുള്ളവരെ ദൈവം അനുഗ്രഹിക്കാൻ തക്ക വിധം എൻ്റെ ജീവിതത്തെ ഒരുക്കാനായിട്ട് എനിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം ഒരു സുവിശേഷമായിട്ട് മാറുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരുങ്ങേണ്ടത്. ഇവിടെ പലരും വരുമ്പോൾ ഒത്തിരി പറയുന്നുണ്ട്, അവരുടെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ഓരോ നിമിഷങ്ങൾ. ഇവിടെ കടന്നു വരുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ തമ്പുരാനെ കണ്ടുമുട്ടിയ ഓരോ നിമിഷങ്ങൾ പങ്കുവെച്ചവരാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ ദൈവ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവര് ജീവിത പങ്കാളി, അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം
ഓ തമ്പുരാനെ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു വൈദ്യുതി ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഈ അൽമായൻ അവനെ കാണുമ്പോൾ തമ്പുരാനെ മഹത്വപ്പെടുത്താൻ മറ്റുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ഈ നോമ്പുകാലം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ ഒരു വചനമായിട്ട് ഞാൻ മാറണം. വചനം മാംസം ധരിക്കണം എന്നിൽ. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് വചനം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഉദാഹരണമായിട്ട് മറ്റുള്ളവർ ക്ഷമിക്കാനായിട്ട് സാധിക്കണം. യേശു പഠിപ്പിച്ചത് തന്നെ, മറ്റുള്ളവർ ക്ഷമിക്കുന്ന പോലെയാണ് നിന്റെ പാവങ്ങളും ഞാൻ ക്ഷമിക്കുന്നതെന്ന്. മറ്റുള്ളവർ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കാൻ യേശു നമ്മളെ പഠിപ്പിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതൽ ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളും തീക്ഷ്ണമായിട്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. നമ്മളെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് കടന്നു വരികയും മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് മാറുകയും ചെയ്യുള്ളൂ. എത്ര ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അത്ര ശക്തമായിട്ട് ഈ കൂട്ടായ്മ വളരും. പ്രാർത്ഥനയിലൂടെ മാത്രമേ വളരുകയുള്ളൂ. ദൈവം നമ്മളെ വളർത്തണം. ദൈവമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ കഴിവോ നമ്മുടെ എന്തെങ്കിലും മേന്മയോ ഒന്നും ആയിരിക്കരുത്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളൊരു ഉപകരണമായി നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ചോളും. നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവർക്കും ഒക്കെ ഒരു സാക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതം മാറും. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മുടെ ജീവിതം ഒത്തിരി അനുഗ്രഹം നിറഞ്ഞ ഒരു നിമിഷങ്ങളായിട്ട് മാറട്ടെ. ദൈവാനുഗ്രഹത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ച് നല്ല വചനപ്രഘോഷകരായിട്ട് മാറേണ്ടവരാണ് നമ്മൾ. പ്രാർത്ഥനയിലൂടെ നമുക്കതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലേക്ക് കർത്താവെ നീ കടന്നു ചെല്ലണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂസേപ്പ് പിതാവിന്റെയും മാധ്യസ്ഥവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോമനച്ച, താങ്ക് യു സോ മച്ച്. അച്ഛന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് സമാപന ഗാനത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. സമാപന ഗാനത്തിനായിട്ട് ഞാൻ രജിതേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്ത. ഒന്നുമില്ലാവല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യ പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ച് കാവലായി കൂടെയുള്ളവൻ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ.